സഹോദരങ്ങളെ, സഹോദരിമാരെ, ശഅബാൻ 15 രാവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രേഷ്ഠത നാം ഇപ്പോൾ കേട്ട ഈ ഒരു ശ്രേഷ്ഠത മാത്രമാണ്. അഥവാ അന്നേ ദിവസം അല്ലാഹു തആല സൃഷ്ടികളിലേക്ക് നോക്കുകയും മുശ്രിക്കിനും മുശാഹിരിനും ഒഴികെ എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും ചെയ്യും. ഈ ഹദീസ് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇതല്ലാത്ത പല രൂപത്തിലുള്ള കർമ്മങ്ങളും ഇബാദത്തുകളും നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും അങ്ങനെ പ്രത്യേകം പല രൂപത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളും ശഅബാൻ 15 ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാം. അന്നേ ദിവസം ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രത്യേകത പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു നോമ്പ് സ്ഥിരപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഈ ഉമ്മത്തിലെ നല്ലവരായ ഇമാമിങ്ങൾ പണ്ഡിതന്മാർ ഒരാളും ശഅബാൻ 15 ബറാഅത്തിന്റെ നോമ്പ് എന്ന ഒരു നോമ്പ് സ്ഥിരപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സഹോദരങ്ങളെ, 13, 14, 15 ഇങ്ങനെ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ ഒരാൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതന്മാരിൽ പലരും ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അവർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: 15-ാം രാവിന് മാത്രമായി ഒരു നോമ്പില്ല, മറിച്ച് 13-നും 14-നും 15-നും നോമ്പെടുക്കാം. അതെല്ലാ മാസത്തിലുള്ളതാണ്. ശഅബാനിനും അങ്ങനെ തന്നെ. പ്രത്യേകം ശഅബാനിന്റെ 15-ന് മാത്രം ഒരു നോമ്പില്ല എന്ന് ചുരുക്കം. അതുപോലെ സഹോദരങ്ങളെ, അന്നേ ദിവസം ഈ ശഅബാൻ 15-നെ കുറിച്ച് ചില ആളുകൾ വിശ്വസിക്കുന്നത് എന്താണ്? അന്നാണ് ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത് എന്നാണ്. ലൈലത്തുൽ ഖദർ എന്നത് ശഅബാൻ 15-നാണ് എന്ന് പല ആളുകളും വിശ്വസിക്കാറുണ്ട്. അതിനവർ തെളിവ് പിടിക്കാറുള്ളത് സൂറത്തു ദുഖാനിലെ ചില ആയത്തുകളാണ്. അല്ലാഹു പറഞ്ഞു, ഹാമീം വൽ കിതാബിൽ മുബീൻ. വ്യക്തമായ ഈ കിതാബ് പരിശുദ്ധ ഖുർആൻ തന്നെ സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. തീർച്ചയായും നാം അതിനെ, അഥവാ പരിശുദ്ധ ഖുർആനിനെ, അള്ളാഹുവിന്റെ കിതാബിനെ അനുഗ്രഹീതമായ ഒരു രാവിലാണ് ഇറക്കിയത്, അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ. തീർച്ചയായും നാം താക്കീത് ചെയ്യുന്ന, മുന്നറിയിപ്പ് നൽകുന്നവരിൽ പെട്ടവനാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാത്രിയിലാണ് യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത്. ഈ ആയത്തുകൾ തെളിവ് പിടിച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്നു, ഇത് ഈ ലൈലത്തുൻ മുബാറക എന്ന് പറഞ്ഞാൽ ശഅബാനിന്റെ 15-ആണ്. അതുകൊണ്ട് അന്നേ ദിവസം 3 യാസീൻ പാരായണം ചെയ്യപ്പെടാറുണ്ട്. ആയുസിന്റെ വർധനവിന് വേണ്ടി, പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി, അതുപോലെ ധന്യത അതിനുവേണ്ടി ഇങ്ങനെ 3 യാസീൻ പാരായണം ചെയ്യും. അതിനിടയിൽ നിസ്കാരങ്ങൾ പ്രത്യേകമായി നിർവഹിക്കാറുണ്ട്. അന്നേ ദിവസം നോമ്പും അനുഷ്ഠിക്കും. എന്നിട്ട് പ്രത്യേകം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അന്നൊരു ബറാഅത്തിന്റെ രാവ് എന്ന പേരിൽ പൊതുവെ സഹോദരങ്ങളെ നാട്ടിൽ വളരെ കാലങ്ങളായി നമ്മൾ കേൾക്കാറുള്ളതാണ്. നമ്മിൽ പലരും ആ നോമ്പ് അനുഷ്ഠിച്ചവരുമാണ്, പിന്നീട് സത്യം മനസ്സിലാക്കി മാറിയവരുമാണ്. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, എന്താണ് ഒരു നോമ്പല്ലേ, യാസീനല്ലേ, ഖുർആനല്ലേ, അത് ഓതിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ നമ്മൾ കേട്ട ഹദീസ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ശിർക്ക് ചെയ്യുന്നവനും പകയുമായി നടക്കുന്നവനും അതല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യുന്നവനും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഒരു കാര്യം ദീനിൽ ചെയ്യണമെങ്കിൽ അള്ളാഹു പഠിപ്പിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരണം. ഇതില്ലാത്ത കാലത്തോളം ദീനിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ആര് എന്തു കൊണ്ടുവന്നാലും അതൊക്കെ ബിദ്അത്താണ്, പുത്തനാചാരമാണ്. അങ്ങനെയുള്ളവർക്ക് തൗബ, അവരുടെ പാപമോചനം തടഞ്ഞു വെക്കപ്പെടും എന്നാണ് ഈ ഹദീസിലും അതുപോലെയുള്ള മറ്റു ചില ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപം പറയലാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു യാസീൻ പാരായണം ചെയ്യലും അന്ന് ബറാഅത്തിന്റെ നോമ്പും അന്ന് പ്രത്യേകം ഇബാദത്തുകളും ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കാതെ പോയി എന്ന് ഒരു മുസ്ലിമിന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും, എങ്ങനെ പറയാൻ സാധിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് തെറ്റാണ്, അത് ബിദ്അത്താണ്. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ കേട്ടില്ലേ, നോമ്പ് എത്രയും എടുക്കാം. നോമ്പിനോട് വിരോധമുള്ളത് കൊണ്ടല്ല. നോമ്പിനോട് ആർക്കെങ്കിലും വിരോധം ഉണ്ടാവോ? പക്ഷെ ആ നോമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇരിക്കണം. ഖുർആൻ പാരായണം ധാരാളമായി ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടുത്തെ ശേഷം വന്നവരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് കേട്ടു. ധാരാളം ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസമാണിത്. അപ്പൊ പിന്നെ യാസീനിനോട് നമുക്ക് എന്ത് വെറുപ്പാണ്? യാസീനിനോട് വെറുപ്പ് കാണിച്ചാൽ വേണ്ട. ഒരു ആയത്ത് അള്ളാഹുവിന്റെ കിതാബിൽ ഒരു ഹർഫിനോട് വെറുപ്പ് കാണിച്ചാൽ പിന്നെ അവൻ മുസ്ലിമായി ബാക്കിയുണ്ടാവോ? യാസീനിനോട് വെറുപ്പുള്ളത് കൊണ്ടല്ല സഹോദരങ്ങളെ, പക്ഷേ ആ യാസീനിന് പ്രത്യേകം ഒരു സമയവും സന്ദർഭവും എണ്ണവും നിശ്ചയിക്കുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന, സൂറത്തുൽ ഫാത്തിഹ, എന്നിട്ട് ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ, എന്നിട്ട് നമ്മൾ റുക്കൂഇൽ പോകും. നേരത്തെ ഓതിയതുപോലെ എന്തുകൊണ്ട് റുക്കൂഇൽ നമുക്ക് ഖുർആൻ ഓതിക്കൂടാ എന്നൊരാൾ ചോദിച്ചാൽ എന്താണ് നമുക്ക് പറയാനുള്ള മറുപടി? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദിക്റാണ് പഠിപ്പിച്ചത്. അവിടെ അള്ളാഹുവിനെ പുകഴ്ത്തലും പ്രകീർത്തിക്കലുമാണ് പഠിപ്പിച്ചത്. അവിടെ ഖുർആൻ പാരായണം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിനോട് വെറുപ്പുള്ളതുകൊണ്ടാണോ? അല്ല. പക്ഷെ അവിടെ അത് പറ്റൂല, അവിടെ അത് പാടില്ല. ഒരു റക്അത്തിൽ 2 സുജൂദുകളുണ്ട്, എന്തേ 2 റുക്കൂ ആയിക്കൂടാ എന്നൊരാൾ ചോദിച്ചാൽ റുക്കൂവിനോട് വെറുപ്പുള്ളതുകൊണ്ടാണോ? അല്ല സഹോദരങ്ങളെ, പക്ഷേ 2 റുക്കൂ അവിടെ ഇല്ല, ഒറ്റൊന്നേ ഉള്ളൂ. ഇങ്ങനെ ഏതും ഈ ഒരു അളവുകോൽ കൊണ്ട് നമ്മൾ അളന്നു നോക്കിയാൽ ബിദ്അത്ത് എന്താണെന്നും അതിന്റെ ഗൗരവം എന്താണെന്നും നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഈ ബറാഅത്തിന്റെ നോമ്പ് പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രത്യേകം 3 യാസീനും അതിനിടയിലുള്ള നിസ്കാരവും പ്രത്യേകം പ്രാർത്ഥനകളും പ്രത്യേകം ഒരുമിച്ചുകൂടലുകളും രാത്രി ഹയാത്താക്കലും തുടങ്ങി അങ്ങനെയുള്ള പല കാര്യങ്ങളും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് പിഴച്ച വിശ്വാസമാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ എന്നത് റമദാനിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, പരിശുദ്ധ ഖുർആൻ നാം ലൈലത്തുൽ ഖദ്ർ, ഖദറിന്റെ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അത് റമദാനിലാണ്. തഫ്സീറുകളിൽ കാണാം. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നമുക്കിത് കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത് കാണാം. ഇനി ആരെങ്കിലും ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ അഥവാ ശഅബാനിന്റെ 15ന്റെ രാവിലാണ് എന്നാണ് വാദിക്കുന്നത് എങ്കിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഫഖദ് അബ്അദ അൻ-നജ്അത ഫഇന്ന നസ്സൽ ഖുർആനി അന്നഹാ ഫീ റമദാൻ. അവൻ യഥാർത്ഥ പാതയിൽ നിന്നും അത്തരം ആളുകൾ തെറ്റിപ്പോയിരിക്കുന്നു. കാരണം ലൈലത്തുൽ മുബാറക, ലൈലത്തുൽ ഖദ്ർ എന്നത് റമദാനിലാണ് എന്ന് ഖണ്ഡിതമായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം പിഴച്ച വിശ്വാസങ്ങളോ ആചാരങ്ങളോ കർമ്മങ്ങളോ നമുക്ക് വേണ്ടതില്ല. അതല്ലാത്തത് ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ മാസത്തിൽ ധാരാളം നോമ്പനുഷ്ഠിക്കാം, ധാരാളം ഖുർആൻ പാരായണം ചെയ്യാം, ദിക്റുകളും ദുആകളുമായി നമ്മുടെ ജീവിതം ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കാം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ള സുന്നത്തുകൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ പാപമോചനം തടയപ്പെടാനുള്ള കാരണം നാം ഉണ്ടാക്കി തീർക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ.